വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ചിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് കടന്നുപോകാൻ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന പതിവ് രീതികൾക്ക് അവസാനം കുറിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ കർശന നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഗതാഗത സ്തംഭനമുണ്ടാകുകയോ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യാതെ വാഹനവ്യൂഹം കടന്നുപോകാനുള്ള മാർഗങ്ങളാണ് അവലംബിക്കേണ്ടതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന 20 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് 9 കുറയ്ക്കുവാനും ഉത്തരവായിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ നിരന്തരം പര്യടനം നടത്തുന്നതിനുള്ള ഒരുക്കത്തിലാണ് താനെന്ന് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം രേവന്ത് പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരം യാത്രകളിൽ പൊതുജനങ്ങളുടെ യാത്രകൾക്കും പൊതുഗതാഗതത്തിനും തടസ്സം നേരിടുന്നത് ഒഴിവാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം പോലീസ് ഉന്നതരോട് ആരാഞ്ഞിട്ടുണ്ട്. 2014 സംസ്ഥാനം രൂപീകരിച്ചതു മുതൽ ഭരിച്ച BRSനെ മലർത്തിയടിച്ചാണ് 64 സീറ്റുകളുമായി കോൺഗ്രസ് തെലങ്കാനയിൽ ഭരണം പിടിച്ചെടുത്തത്. 2014 സംസ്ഥാനം രൂപീകരിച്ച ശേഷം മുഖ്യമന്ത്രിയാകുന്ന ആകെ കോൺഗ്രസ് നേതാവ്, നിലവിൽ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ 6 തിരഞ്ഞെടുപ്പ് ഉറപ്പുകൾ നടപ്പിലാക്കുന്ന ഫയലിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ രേവന്ത് റെഡ്ഡി ഒപ്പുവച്ചിരുന്നു. ബീഗംപേട്ടിലെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസും ഔദ്യോഗിക വസതിയുമായ പ്രഗതി ഭവന് ചുറ്റുമുള്ള ബാരിക്കേഡുകളും ഇരുമ്പുവേലികളും പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടാണ് രേവന്ത് റെഡ്ഡി ഇതിന് തുടക്കമിട്ടത്. മുഖ്യമന്ത്രി കസേരയിലെത്തിയ രേവന്ത് റെഡ്ഡിയുടെ നിർണായക തീരുമാനങ്ങളിലൊന്നായിരുന്നു സീതക്കയുടേത്. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച ശേഷം കോൺഗ്രസ് സർക്കാർ ആദ്യമായി അധികാരമേൽക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് സീതക്കയായിരുന്നു. നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ ഏറെക്കാലം പ്രവർത്തിച്ച അവരിപ്പോൾ തെലങ്കാനയിൽ ആദിവാസികൾക്കും പിന്നാക്ക ജനവിഭാഗത്തിനും സ്ത്രീകൾക്കും അഭിമാനത്തിന്റെ പ്രതിരൂപമാണ്. രേവന്ത് റെഡ്ഡി മന്ത്രിസഭയിൽ ഇടം പിടിക്കാനുമായി. ആദിവാസി വിഭാഗത്തിൽ നിന്ന് തെലങ്കാനയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കയറി വന്ന നേതാവാണ് സീതക്ക. മുലുഗു മണ്ഡലത്തിൽ നിന്ന് 3ാം തവണയാണ് അവർ മികച്ച വിജയം നേടി നിയമസഭയിലെത്തുന്നത്. ധനസാരി അനസൂയ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും സീതക്ക എന്നാണ് അറിയപ്പെടുന്നത്. 33,700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BRS സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് സീതക്ക ഇത്തവണ നിയമസഭയിലെത്തിയത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ അവർ യൗവനകാലത്ത് തോക്കുപിടിച്ചു നിൽക്കുന്ന ചിത്രം അടുത്തിടെ പങ്കുവച്ചത് വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടിരുന്നു. രേവന്ത് റെഡ്ഡിയുടെ മന്ത്രിസഭയിൽ സീതക്ക ആഭ്യന്തരമന്ത്രിയാകുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നും വാർത്തകൾ വന്നിരുന്നു. വിജയം ഉറപ്പുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു സീതക്ക. വാറങ്കൽ ജില്ലയിലെ സംവരണ മണ്ഡലമായ മുലുഗുവിൽ നിന്ന് 3ാം തവണയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. മുലുഗുവിലെ ജഗണ്ണപ്പേട്ടാണ് സീതക്കയുടെ ജന്മദേശം. ഛത്തീസ്ഗഡുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണിത്. വോട്ടർമാരിൽ 75% വനവാസികളുമാണ്. കോവിഡ് കാലത്ത് ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും സേവന രംഗത്തും സീതക്ക നടത്തിയ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ വാർത്തയായിരുന്നു. മരുന്നുകളും ഭക്ഷണവുമായി മലകളും അരുവികളും കടന്ന് ആദിവാസി ഊരുകളിൽ ജീപ്പിലെത്തുന്ന സീതക്കയുടെ ചിത്രങ്ങളും മാധ്യമങ്ങൾ ഏറ്റെടുത്തു. തലയിൽ മുണ്ട് കെട്ടി വലിയ ബാഗുകളിൽ ആവശ്യവസ്തുക്കളും നിറച്ച് ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്ന സീതക്കയുടെ ചിത്രങ്ങൾ തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നത്. ആദിവാസികൾ സ്നേഹത്തോടെ അമ്മ എന്ന് വിളിക്കുന്ന സീതക്ക തിരഞ്ഞെടുപ്പിൽ 3ാം തവണയുമെന്ന് വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പായിരുന്നു. നിരവധി യുവതി-യുവാക്കൾ നക്സലിസത്തിലേക്ക് ആകർഷിക്കപ്പെട്ട 1980കളിലാണ് സീതക്കയും തോക്കെടുത്തത്. 10ാം ക്ലാസ് ജയിച്ച ശേഷം 1988ലാണ് അവർ നക്സൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായത്. പിന്നീട് സംഘടനയുടെ ഒപ്പം കമാൻഡറായി പ്രവർത്തിക്കുകയും ചെയ്തു. അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സഹോദരനും ഭർത്താവും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായ കാലത്ത് സീതക്ക ആയുധം താഴെവെച്ച് കീഴടങ്ങുകയും ചെയ്തു. കീഴടങ്ങിയ ശേഷം അവർ ആദിവാസി ജനതയുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നതായിരുന്നു. പിന്നീട് അതിവേഗമായിരുന്നു രാഷ്ട്രീയ വളർച്ച. 2009 TDP ടിക്കറ്റിൽ മുലുഗു മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്കും എത്തി. തെലങ്കാന രൂപീകരണ ശേഷം TDP വിട്ട് രേവന്ത് റെഡ്ഡിക്കൊപ്പം കോൺഗ്രസിലെത്തി. തിരക്കിനിടയിലും വിദ്യാഭ്യാസം തുടരുകയായിരുന്നു അവർ. നിയമപഠന ശേഷം 2022 ഉസ്മാനിയ സർവകലാശാലയിൽ നിന്ന് PhD നേടുകയും ചെയ്തിട്ടുണ്ട്. സീതക്കയുടെ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ രേവന്ത് സർക്കാരിന്റെ ഓരോ ചുവടുവയ്പ്പിനും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്യുന്ന മഹാലക്ഷ്മി പദ്ധതിക്ക് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. സംസ്ഥാനത്തെ ജില്ലാ ഓർഡിനറി ബസ്സുകളിലും ഹൈദരാബാദ് നഗരത്തിലെ എക്സ്പ്രസ് ബസ്സുകളിലും അനുഭവപ്പെട്ടത് വൻ തിരക്കുകളായിരുന്നു. ഇന്ത്യൻ ബോക്സിംഗ് താരം നിഖത് സരീൻ ഉൾപ്പെടെയുള്ള അനേകം സ്ത്രീകളും കുട്ടികളും ട്രാൻസ്ജെൻഡറുകളും ഈ സൗജന്യയാത്ര ആസ്വദിക്കുന്ന ചിത്രങ്ങൾ വൈറലായിരുന്നു.
പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഭാഗമായാണ് അധികാരത്തിലെത്തി പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംസ്ഥാനത്ത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ശക്തി പദ്ധതിയുടെ മാതൃകയിൽ ആരംഭിച്ച മഹാലക്ഷ്മി സീറോ ടിക്കറ്റ് പദ്ധതി തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടത്തുന്ന ആഡംബര ഇതര ബസ്സുകളിൽ സംസ്ഥാനത്തിനകത്ത് എവിടെയും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. തെലങ്കാനയിൽ താമസിക്കുന്ന പെൺകുട്ടികൾ, എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്നിവരുടെ പ്രയോജനത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ പദ്ധതി. സൗജന്യ യാത്രയ്ക്ക് മേൽവിലാസം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ കൈവശം വെക്കേണ്ടതായുണ്ട്. പൊതുഗതാഗതത്തിൽ തടസ്സമില്ലാത്ത സൗജന്യ യാത്രയ്ക്കായി TSRTC ഉടൻ സ്മാർട്ട് കാർഡുകളും പുറത്തിറക്കുന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇവർ സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ തുക തെലങ്കാന സർക്കാർ TSRTCക്ക് തിരികെ നൽകും. മഹാലക്ഷ്മി പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വിശദമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും TSRTC വൈസ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറ്റിക്കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലെ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഏകദേശം 30 കോടി രൂപയാണ് രേവന്തിന്റെ ആസ്തി. തെലങ്കാനയുടെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും കൂടിയായി രേവന്ത് റെഡ്ഡി മാറിയിരിക്കുന്നു. K. ചന്ദ്രശേഖർ റാവു ആണ് ആന്ധ്ര വിഭജിച്ച് 2014 രൂപീകൃതമായ തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രി. രേവന്ത് റെഡ്ഡിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ ഐക്യത്തിനുള്ള വേദി കൂടിയായി മാറിയിരുന്നു. സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി KCR, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എന്നിവരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കാണുവാനായി. സോണിയാഗാന്ധി ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ചടങ്ങിലെത്തിയിരുന്നു. രേവന്ത് റെഡ്ഡിയുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുടുംബത്തിലെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത്. ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം 1992 കോൺഗ്രസ് നേതാവ് ജയ്പാൽ റെഡ്ഡിയുടെ അനന്തരവൾ ഗീത റെഡ്ഡിയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. ABVPയിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. K. ചന്ദ്രശേഖർ റാവുവിന്റെ തെലങ്കാന പ്രസ്ഥാനത്തിൽ ചേർന്ന അദ്ദേഹം 2001 തെലങ്കാന രാഷ്ട്രസമിതി രൂപീകരിക്കുമ്പോൾ KCRനൊപ്പമായിരുന്നു. 2006 അദ്ദേഹം TRS വിട്ട് തെലുങ്കുദേശം പാർട്ടിയിലുമെത്തി. TDPയിൽ ചേരുന്നതിന് മുമ്പ് സ്വതന്ത്രനായി ജില്ലാ പരിഷത്തിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2009 2014 TDP ടിക്കറ്റിൽ കൊടങ്ങൽ സീറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എന്നാൽ 2018 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ സീറ്റിൽ നിന്ന് പരാജയമായിരുന്നു കിട്ടിയത്. 2017 TDP വിട്ട് കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. 2019 കോൺഗ്രസ് ടിക്കറ്റിൽ മൽക്കാജ്ഗിരിയിൽ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 ഉത്തം കുമാർ റെഡ്ഡിക്ക് പകരം തെലങ്കാന കോൺഗ്രസിന്റെ പ്രസിഡന്റായി നിയമിതനാകുകയും ചെയ്തിട്ടുണ്ട്. 2015 LMC തിരഞ്ഞെടുപ്പിൽ വോട്ടിന് കോഴ നൽകിയെന്ന കേസിൽ അറസ്റ്റിലും ആയി. ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ വോട്ടുറപ്പിക്കാൻ കോഴ നൽകിയെന്നായിരുന്നു കേസ്. റെഡ്ഡി ആൻഡ് റെഡ്ഡി മോട്ടോഴ്സിന്റെ ഉടമ സത്യനാരായണ റെഡ്ഡിയുമായി മകൾ നിമിഷയുടെ വിവാഹം 2015 നടക്കുമ്പോൾ രേവന്ത് റെഡ്ഡി ജയിലിലായിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ജാമ്യം അനുവദിച്ചിരുന്നുള്ളൂ. 2020 KT രാമറാവുവിന്റെ ഫാം ഹൗസിന് മുകളിൽ ഡ്രോൺ പറത്തിയതിനും രേവന്ത് അറസ്റ്റിലായിരുന്നു. ഇതെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ രണ്ടാമത്തെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയിരിക്കുന്നത്.